സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് എടുത്ത് വെച്ച് വീട്ടിലിരുന്ന് തന്നെ നല്ല രീതിയിൽ വരുമാനം നേടിയെടുക്കാനായിരുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല നമ്പർ 1 ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രാൻഡിനെ കുറിച്ചിട്ടാണ്. പക്ഷെ ഈ ഒരു ബ്രാൻഡ് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ പോരാ, 4 കാര്യങ്ങൾ ഈ ഒരു ബ്രാൻഡിനകത്ത് നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ഒരു ബ്രാൻഡ് എങ്ങനെയാണ് ഇത്രത്തോളം പോപ്പുലർ ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെടും, ഈ ഒരു ബ്രാൻഡിന്റെ ഗുണം എന്താണെന്നുള്ള കാര്യമാണ് ഈ ഒരു 4 പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത്. അപ്പൊ അതിനകത്ത് നമ്പർ 1 ആയിട്ട് പറയുവാണെങ്കിൽ ഉണ്ടല്ല, ടോപ്പ് ക്വാളിറ്റി. മിക്ക ഹോൾസെയിൽ ഡീലർമാരുടെ അടുത്തും കാണാനായിട്ട് സാധിക്കുന്ന ടോപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് കണ്ണൻദേവന്റെ ബ്രാൻഡാണ് ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓപ്ഷൻ ഡീലേഴ്സിന്റെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്ഷൻ ഡീലേഴ്സിന്റെ അടുത്ത് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. കണ്ണൻദേവന്റെ വാഗവരൈ, അതോടൊപ്പം തന്നെ ഒരുപാട് ബ്രാൻഡുകൾ, കല്ലാർ ബ്രാൻഡിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതാണ്, എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടാണ്. അപ്പൊ ഇതുപോലെ തന്നെ നല്ല സൂപ്പർ ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ബ്രാൻഡാണ് ഈ ഒരു വിരിപ്പാറൈ എന്നുള്ള ബ്രാൻഡ് വരുന്നത്. കണ്ണൻദേവൻ കമ്പനിക്കാരുടെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് ലൂസ് ടൈലുകൾ നമ്മൾ എടുത്ത് വാങ്ങി വിൽപ്പന നടത്താനായിട്ട് ഹോട്ടൽ ബ്ലെൻഡ് ചെയ്തും ചെയ്യാതെയും ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കാനായിട്ട് നോക്കും അല്ലെ. റേറ്റ് പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കുന്നത് എന്താണെന്ന് അറിയാമോ? റേറ്റ് കറക്റ്റ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് അതെടുത്തിട്ട് വിൽപ്പന ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു 190, 200 രൂപ റേറ്റിലൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് 10 രൂപ 20 രൂപയ്ക്കും കിട്ടുന്നത്. കാരണം ചില കടകാര് ചെല്ലുമ്പോഴത്തേക്കും പറയണത് എന്താ, എനിക്ക് 200 രൂപയ്ക്ക് തരാനായിട്ട് ആളുണ്ട്, നിങ്ങൾ ഈ 190നും 200-നൊക്കെ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അതിനേക്കാളും 10 രൂപ കുറച്ച് ഞങ്ങൾക്ക് തരാനായിട്ട് ആളെന്നും ഒരു പക്ഷെ പകുതി ഇങ്ങനെ അടുത്ത് വെറുതെ കള്ളത്തരമായിട്ട് പറയുന്നവരുണ്ട്. അതായത് മാക്സിമം കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 10 രൂപ കുറവാണെന്ന് പറയാം ഇവരോട്. പറഞ്ഞു നോക്കാം, കിട്ടിയാ കിട്ടി, പറയുമല്ലോ KKPP എന്ന് പറയുന്നത് പോലെ, കിട്ടിയാ കിട്ടി പോയാ പോയി എന്ന് പറഞ്ഞ പോലെ പറഞ്ഞു നോക്കാം, കിട്ടിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ കിട്ടട്ടെ എന്നുള്ളതിൽ. പക്ഷെ വാസ്തവത്തിൽ അതല്ല. നമ്പർ 1 ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് തേയിലകൾക്ക് നല്ല വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇത് കടക്കാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ടോപ്പ് ക്വാളിറ്റി ഉള്ള നമ്പർ 1 തേയിലയ്ക്ക് നല്ല വില വരും എന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ ഒരു രണ്ടാമത്തെ പോയിന്റ് ആണ് ടോപ്പ് ക്വാളിറ്റി, റേറ്റ് കാര്യങ്ങൾ. ഇതെല്ലാമാണ് നിങ്ങൾ രണ്ടാമത്തെ പോയിന്റിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബ്രാൻഡ് കണ്ണൻദേവൻ കമ്പനിക്കാര് ടേസ്റ്റ് കറക്റ്റ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അതായത് ക്വാളിറ്റിയിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാതെ നമ്പർ 1 ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കണ്ണൻദേവന്റെ വിരിപ്പാറ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് വന്നത്. നാലാമത്തെ ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഗുണ്ടുമല എന്ന് പറഞ്ഞ നേരത്തെ കണ്ണൻദേവൻ കമ്പനിക്കാർക്ക് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു, ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരു ബ്രാൻഡ് കുറെ നാളുകളായിട്ട് ആ ഒരു ബ്രാൻഡ് ലഭിക്കുന്നില്ല, കിട്ടുന്നില്ല. അപ്പൊ പലവരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇപ്പോഴും പല കടക്കാരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗുണ്ടുമലയുടെ ബ്രാൻഡ് ഇല്ലേ? നിങ്ങൾ നേരത്തെ ഗുണ്ടുമല എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് വെക്കുമായിരുന്നല്ലോ. അത് ശരിയാണ്, ചൊക്കനാട് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്, വാഗവരയുണ്ട്, ഇപ്പൊ വിരിപ്പാറ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ്, അപ്പൊ ഈ കല്ലാറ്, അപ്പൊ ഇതൊക്കെ കണ്ണൻദേവന്റെ ബ്രാൻഡ്. അപ്പൊ ഗുണ്ടുമലയുടെ ബ്രാൻഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഗുണ്ടുമല ഇല്ല, അത് എസ്റ്റേറ്റ്, ആ ഒരു എസ്റ്റേറ്റ് അത് എലത്തയിലേക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗോഡൌൺ അവർ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ അത് കാരണം ഗുണ്ടുമലയില്ല. പിന്നെ ലക്ഷ്മി സൂപ്പർ ഗോൾഡ് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു ബ്രാൻഡ് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ FD ഗ്രേഡ് പല ആളുകളും ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. വഴി ഒരു വീഡിയോയിലൂടെ ഞാൻ അതിനെ കുറിച്ച് പരിചയപ്പെടുത്താം. അപ്പൊ ഈ ഗുണ്ടുമല ഇല്ലാതെ വരുമ്പോഴത്തേക്കും ആളുകൾക്ക് ഇപ്പോഴും ഒരു സംശയം, കാരണം നേരത്തെ ഉണ്ടായിരുന്നു, അപ്പൊ ഗുണ്ടുമല ഇപ്പൊ ഇല്ല, അതുകൊണ്ടാണ് ഇവർ ഈ ഒരു ബ്രാൻഡ് കൊണ്ടുവന്നേക്കണം എന്നുള്ളൊരു സംശയം. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുണ്ടുമല എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇല്ല, പകരം വിരിപ്പാറ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് കമ്പനിക്കാരെ ഇറക്കി വിട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ നാലാമത്തെ പോയിന്റ് മനസ്സിലാക്കിയിരിക്കുക, കണ്ണൻദേവൻ ഏതൊരു ബ്രാൻഡ് ഇറക്കിയാലും ക്വാളിറ്റിയോടുകൂടി തന്നെയായിരിക്കും ആ ഒരു ബ്രാൻഡ് ഇറക്കി വിടുന്നത്. നമ്പർ 1 ക്വാളിറ്റി ആയിരിക്കും കണ്ണൻദേവൻ ആ ഒരു ബ്രാൻഡ് കൊടുക്കുന്നത്. പിന്നെ ഇതോടുകൂടി ഒപ്പം നിങ്ങളോട് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടല്ല, ആരും വന്ന് വെച്ചും പറയില്ല ലൂസ് ടൈൽ ബിസിനസ്സിലൂടെ നല്ല രീതിയിൽ എനിക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്, നല്ല വരുമാനം ഞാൻ നേടുന്നുണ്ട് കേട്ടായിരുന്നു. ഒരു മനുഷ്യൻ നിങ്ങളോട് പറയത്തില്ല. നിങ്ങൾ തന്നെയാണെങ്കിലും നിങ്ങൾക്കൊരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 10 രൂപയോട് നിങ്ങൾ പോയി പറയൂ, എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടാ, ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ട്, നിങ്ങൾ പറയത്തില്ല. ഭൂരിപക്ഷം ആളുകളും പറയത്തില്ല എന്നുള്ളതാണ്. എനിക്കൊരു 10 രൂപ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം പറയത്തില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം റൂട്ടിൽ പോയപ്പോഴത്തേക്കും ഒരു കടക്കാരൻ, അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ കടയാണ്, ഹോൾസെയിൽ കടയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു ബിസിനസ്സിനകത്ത് നിങ്ങൾ മസ്റ്റായിട്ടും, നിങ്ങൾ ഈ ലൂസ് ടൈൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ഒരു കടക്കാരൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, എങ്ങനെയുണ്ട് എന്നോട് ചോദിക്കുക, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു, അടിപൊളിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തരക്കേടില്ല, കുഴപ്പമില്ലാത്ത നല്ല രീതി കൊണ്ടു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ചേട്ടൻ എങ്ങനെയുണ്ട്, ഇവിടെ എങ്ങനെയുണ്ട് ചേട്ടാ? നിറച്ച ആളാണ്. അപ്പൊ പുള്ളിക്കാരന് തിരക്കാണ്, എഴുതാൻ പോലും പുള്ളിക്കാരൻ സമയമില്ല. ഓരോ ചീട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്, പുള്ളിക്കാരൻ ആ ചീട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ പുള്ളി പറയണം, ഒരു രക്ഷയില്ല, ഭയങ്കര മടുപ്പാണ്, ഒരാഴ്ചയായിട്ട് അനക്കമില്ല ഇവിടെ, ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ ആണല്ലേ. അപ്പൊ എനിക്ക് സംസാരിക്കുമ്പോ പുള്ളിക്ക് എന്നോട് റിപ്ലൈ തരാൻ തന്നെ പുള്ളിക്കാരന് സമയം കിട്ടുന്നില്ല. കാരണം എന്താ, പുള്ളി എഴുതിക്കൊണ്ടിരിക്കുക ചീട്ടയില്. അവിടെ കടല പരിപ്പ് അടുത്തത് പറഞ്ഞു,
ആ എഴുതിക്കൊണ്ടിരിക്കുക. ജോസഫേട്ടാ അടുത്ത ലിസ്റ്റ് അപ്പൊ നിങ്ങക്ക് എങ്ങനെയുണ്ട്? മോശമാണല്ലേ? ഇവിടെ ഒരു രക്ഷയില്ല, ഒരാഴ്ചയായിട്ട് അതേ അരിയൊക്കെ ഇരിക്കുന്ന കണ്ടാ അട്ടിയായിട്ട് ഇരിക്കുക, ഊരാനൊക്കെ ഇല്ലെന്ന്. അപ്പൊ ഞാനത് മനസ്സിലാക്കിയത്, കാരണം കാര്യങ്ങൾ നമുക്ക് അതോടെ വ്യക്തമായി പുള്ളിക്കാരൻ പറയണത് എന്താന്നുള്ളത്. അപ്പൊ പുള്ളിയുടെ ഒരു മൈൻഡ് എങ്ങനെയാന്ന് വെച്ചാൽ, പുള്ളിക്ക് കച്ചവടം ഉണ്ടെങ്കിലും പുള്ളി 10 പേരുടെ അത് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണെന്നുള്ളത് അതോടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം. അടുത്ത കടയിൽ പോയെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു ചെറിയ കടയിലാണ് പോയത്. ഒരു പെട്ടി എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒരു ബോക്സ് തേയില എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തോളം ആ ഒരു ചേട്ടന് പോകും. അത്രയും സെയില് കച്ചവടം കുറവാണ്. ഞാൻ അവിടെ ചെന്നിട്ടും അതേപോലെ തന്നെ ആ കടക്കാരൻ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ ഉടനെ പുള്ളി ആദ്യം എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ, നിങ്ങളെന്താ ലേറ്റ് ആയത്? അപ്പൊ ഞാൻ പറഞ്ഞു ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങനെയുണ്ട് ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു ചോദിച്ചപ്പോഴത്തേക്കും ഉടനെ പുള്ളിക്കാരൻ പറയാനാണ്, തരക്കേടില്ല, അവന് അത്യാവശ്യം നല്ല രീതിയിൽ പോകണുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, കച്ചവടം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, ഒരു മനുഷ്യനില്ല ആ കടയിൽ ആ സമയത്ത്. ഞാൻ ചെന്ന ആ ഒരു സമയത്ത് മനുഷ്യനില്ല. കാരണം ഉച്ച സമയത്തൊക്കെ നമ്മൾ ഒരു കടയിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമ്മൾ ഉടനെ വിലയിരുത്തരുത്, കച്ചവടം ഇല്ലാത്ത കടയാണെന്ന് വരരുത്. കാരണം ഉച്ച സമയത്തൊക്കെ പൊതുവെ ആളുകളൊക്കെ കടയിലേക്ക് വരുന്നത് വളരെ കുറവായിരിക്കും. സാധാരണഗതിയിൽ കച്ചവടം നടക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 7 തൊട്ട് ഒരു 9:30 10 ആ ഒരു സമയം. അത് കഴിഞ്ഞാൽ വൈകുന്നേരം നോക്കുകയാണെങ്കിൽ ഒരു 5 മണി കഴിഞ്ഞിട്ട് ഒരു രാത്രി ഒരു 9-9:30 മണി വരെ. ഇതാണ് യഥാർത്ഥത്തിലും കച്ചവടം നടക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത്. അല്ലാതെ ഉച്ച സമയത്തുള്ള ഇതല്ല. ഞാൻ നേരത്തെ ആദ്യത്തെ കടയിൽ ആ വലിയ ഹോൾസെയിൽ കടയിൽ ചെന്നപ്പോഴത്തേക്കും അത് ഉച്ച സമയത്താണ് കേട്ടോ. ചീട്ട് പോലും പുള്ളിക്കാരൻ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല. ആ സമയത്ത് ആ പുള്ളി പറഞ്ഞത് ഭയങ്കര മടുപ്പാണ്, അനക്കം ഇല്ലാതിരിക്കുകയാണ് എന്നുള്ളത്. എന്നാൽ സാധാരണ ഒരു കടയിൽ ചെന്നപ്പോഴത്തേക്കും ആ ഒരു കടയിലെ ചേട്ടൻ പറഞ്ഞ എന്താണ്, അത്യാവശ്യം എനിക്ക് തരക്കേടില്ല. അപ്പൊ പുള്ളിക്കാരൻ സത്യസന്ധമായിട്ട് ആ ഒരു കാര്യം പറഞ്ഞെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കച്ചവടം കുറവാണെങ്കിലും പുള്ളി അത് ഉള്ളതുപോലെ തന്നെ പുള്ളി പറയുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പല ആളുകൾ ഉണ്ടാവും ഈ ഒരു ബിസിനസ്സിലൂടെ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരു പരിപാടി നടക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ തേയില ബിസിനസ്സിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ വേറൊരു തേയിലക്കാരനോട് നിങ്ങൾ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് തേയില കച്ചവടം, എങ്ങനെയുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ചേട്ടൻ നിങ്ങളോട് പറയണതായിരിക്കും അറിയുമ്പോൾ ഒരു രക്ഷയില്ല, വളരെ മോശമാണെന്നായിരിക്കും പറയണത്. എന്നാൽ അത്യാവശ്യം തിരക്കേടില്ലാതെ പോകുന്നുണ്ട്. ഈ വിഭാഗങ്ങൾ 2 വിഭാഗം ആൾക്കാരായിരിക്കും നിങ്ങളോട് അഭിപ്രായം പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ്. പല ആൾക്കാർ പല സംസാര രീതികളാണ് നമ്മളോട് സംസാരിക്കുന്നത്. അത് നിങ്ങൾ വിലയിരുത്തിക്കൊണ്ട് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ നോക്കരുത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്രാൻഡ് വിരിപ്പാറയുടെ കണ്ണൻദേവന്റെ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. ഇതുപോലെ നമ്പർ 1 ടോപ്പ് ക്വാളിറ്റി ബ്രാൻഡ് ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് പോലും സ്വന്തമായിട്ട് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ബ്രാൻഡ് ഒന്ന് പരിചയപ്പെടാം. കണ്ണൻദേവൻ കമ്പനിയുടെ ഒരു അടിപൊളി ബ്രാൻഡാണ് ഈ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. അപ്പൊ ഇതാണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര് വരുന്നത്. വിരിപ്പാറൈ സൂപ്പർ എന്നാണ് ഈ ബ്രാൻഡ് നെയിമാണ്. ഈ ഒരു കണ്ണൻദേവന്റെ ഒരു ബ്രാൻഡും കൂടെ, ആ ഒരു ബ്രാൻഡിന്റെ പേരാണ് ഈ ലക്ഷ്മി എന്നുള്ളത്. അതിന്റെ ഫാക്ടറിയിലാണ് ഈ ഒരു വിരിപ്പാറൈ സുപ്രീം എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഈ ഒരു ബ്രാൻഡ് നിർമ്മിക്കുന്നത്. ഇതിപ്പോ ഗ്രേഡ് വന്നിരുന്നത് SFD എന്ന് പറഞ്ഞ ഗ്രേഡിലാണ് ഈ ഒരു തേയില വരുന്നത്. ഗ്രോസ് വെയിറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് 42. അപ്പൊ SFD ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് കാര്യങ്ങൾക്കൊക്കെ എന്തുകൊണ്ടും ഈ ഒരു ബ്രാൻഡ് നമുക്ക് എടുക്കാവുന്നതാണ്. കാരണം നമ്പർ 1 ക്വാളിറ്റി കിട്ടുന്നത് കൊണ്ട് ഈ ഒരു SFD ഗ്രേഡ്. കാരണം ഹോട്ടൽ ബ്ലെൻഡിന് പൊടിത്തയിലാണ് പെട്ടെന്ന് ക്വാളിറ്റി ഇറങ്ങി വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആദ്യം ഈ പൊടിത്തയിലയുടെ ക്വാളിറ്റി ആയിരിക്കും ആദ്യം ഇറങ്ങി വരുന്നത്. അപ്പൊ കണ്ണൻദേവന്റെ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ ഹോട്ടൽ ബ്ലെൻഡിന് എടുക്കുമ്പോൾ SFD ഗ്രേഡ് എടുക്കാനായിട്ട് പരമാവധി നോക്കുക. ഇതാണ് പേര്. വാഗവരെ തേയില പോലെ തന്നെയാണ്, നല്ല ടോപ്പ് ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു ബ്രാൻഡിന്. പിന്നെ നെറ്റ് വെയിറ്റ് വരുമ്പോൾ 41 കിലോ ആണ് കേട്ടോ ഇതിന്റെ നെറ്റ് വെയിറ്റ് കാര്യങ്ങൾ വരുന്നത്. നമ്മൾ വാഗവരി ബോക്സ് എന്ന് പറഞ്ഞാൽ വെള്ള കളറിൽ ഒരു ബോക്സ് ആയിരുന്നു വാഗവരയുടെ വരുന്നത്. അതുപോലെ മധുപ്പാട്ടി എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ്, അതും കണ്ണൻദേവന്റെ ബ്രാൻഡാണ് വരുന്നത്. അതും ഒരു വെള്ള കളറിലെ ഒരു ബോക്സ് ആണ് വന്നിരുന്നത്. ഈ ഒരു കണ്ണൻദേവന്റെ ബ്രാൻഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഒരു കളർ എന്ന് പറയുന്നത്. കാണാൻ തന്നെ നല്ലൊരു അട്രാക്ഷൻ ആണ്. കാരണം വെച്ചാൽ നമ്മളൊരു ഫുൾ ബോക്സ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തുകൊണ്ടും നല്ല ഇതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവര് ഈ ഒരു കമ്പനിയുടെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഫ്രഷ്നെസ്, നമുക്ക് ഈ ഒരു ബോക്സ് എടുക്കുമ്പോൾ തന്നെ ക്വാളിറ്റിയാണ് നമ്മൾ നോക്കണം, തേയിലയുടെ ക്വാളിറ്റിയാണ് നോക്കുന്നതെങ്കിലും നമുക്ക് ഇതുപോലുള്ള ഈ ഒരു എസ്റ്റേറ്റ് കാര്യങ്ങളിലേക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഫ്രഷ്നെസ്സും കൂടെ തോന്നുന്നുണ്ട് നമുക്ക് ഈ ഒരു തേയിലയിൽ. അപ്പൊ ഇതാണ് ബ്രാൻഡ് എന്ന് പറയുന്നത് കണ്ണൻദേവന്റെ. ഒരു ബോക്സ് മാത്രമായിട്ടൊക്കെ എടുത്ത് വിൽപ്പന നടത്താനായിട്ട് ആഗ്രഹിക്കുന്നവര് ഇതുപോലെ ഒരു ബ്രാൻഡ് എടുക്കാവുന്നതാണ്. ലൂസ് ആയിട്ടൊക്കെ പാക്ക് ചെയ്ത് 1 കിലോ 1/2 കിലോ ഒക്കെ പാക്ക് ചെയ്തൊക്കെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാം. ഏറ്റവും നിങ്ങൾക്ക് നല്ലത് ഒരു ഓപ്ഷൻ ഡീലറിനെ സമീപിച്ച് തന്നെ ഇതുപോലെ ഒരു ബ്രാൻഡ് മേടിക്കുന്നത് തന്നെയാണ്. അപ്പൊ ഇതിന്റെ യൂസ് ബൈ ഡേറ്റ് വരുന്നുണ്ട്.
മറ്റേ കണ്ണൻ ദേവന്റെ ഒരു വെള്ള ഈ ഒരു ഡേറ്റിന്റെ കാര്യത്തിൽ മാത്രം എനിക്ക് ചെറിയൊരു കാരണം വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഇത്തിരി ഡാർക്ക് കളറായി പോയി അല്ലെ. ഇവിടെ ബ്ലാക്ക് ആണ് ലെറ്ററിങ് വന്നേക്കുന്നത്, ഇതിനകത്ത് എഴുതിയേക്കുന്നത് ബ്ലാക്കിലാണ് ഇവർ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ മറ്റേത് വാഗവരയുടെയും മരുപ്പാട്ടിയുടെ ഒക്കെ ഡേറ്റ് കാര്യങ്ങൾ നോക്കാനായിട്ട് എന്തുകൊണ്ട് നല്ലൊരു സുഖമായിരുന്നു. ഇത്തിരി ദൂരെ നിന്ന് നോക്കിയാൽ പോലും നമുക്ക് വ്യക്തമായിട്ട് അതിന്റെ കാണാം. പക്ഷെ ഇതിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് നിന്ന് നോക്കണം ഡേറ്റ് എപ്പോഴാണ്. അപ്പൊ 11/10/25 2026 വരെയാണ് ഇതിന്റെ ഡേറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ബോക്സ് കാണാൻ നല്ല മൊത്തത്തിൽ നല്ലൊരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്. ബോക്സിനകത്ത് മാത്രമുള്ള ഫ്രഷ്നെസ് മാത്രം നമ്മൾ നോക്കിയിട്ട് നമുക്ക് വിൽപ്പന നടത്താൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഒരു ബ്രാൻഡിന്റെ ക്വാളിറ്റി, നമ്പർ 1 ക്വാളിറ്റി കണ്ണൻ ദേവന്റെ ഈ ഒരു വാഗവര എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിന് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടും നല്ലൊരു വിൽപ്പന നടത്താനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നവർക്കും അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഒരു SFD ഗ്രേഡ്, ഇതിപ്പോ പല ഗ്രേഡുകൾ കിട്ടും. ഇതിപ്പോ SFD ആണ്, ഇതോടൊപ്പം തന്നെ SRD കാണും, RD കാണും, PD കാണും, പല ഗ്രേഡുകൾ കാണും. അപ്പൊ നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വല്ല അത്തിക്കുന്നേ വാംടി പോലെയൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ SFD ഗ്രേഡ് തന്നെ എടുക്കാനായിട്ട് നോക്കണം. അപ്പൊ ഒരു 180-85 രൂപ ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ബ്രാൻഡിന്റെ വില വന്ന് നിൽക്കുന്നത്. ആഴ്ചയിൽ ഇതിന്റെ വില ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള ബ്രാൻഡുകൾ, കണ്ണൻ ദേവന്റെ ഇതുപോലെയുള്ള നമ്പർ 1 ടോപ്പ് ക്വാളിറ്റിയുള്ള ബ്രാൻഡുകൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് വിരിപ്പാറ എന്നുള്ളതാണ്. അപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് എടുക്കാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാഗവര തേയില പോലെയൊക്കെ തന്നെ നിങ്ങൾക്ക് ഹോട്ടൽ ബ്ലെൻഡിന് വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന നല്ലൊരു തേയില തന്നെയാണ് വിരിപ്പാറ എന്ന് പറഞ്ഞ ഈ ഒരു കണ്ണൻ ദേവന്റെ ഈ ഒരു ബ്രാൻഡ്. അപ്പൊ ഇത് നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ഓപ്ഷൻ ഡീലറിനെ, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പരമാവധി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോ ആലുവയിലുള്ളവരാണ്, ഉടനെ നിങ്ങൾ കമന്റിലൂടെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആലുവയിലാണ്, എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണല്ലോ, ആലുവയിൽ ഇപ്പൊ ഒരു ചെറിയൊരു ഹോൾസെയിൽ ചെറിയൊരു ഷോപ്പൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ അവിടെ പോയി നിങ്ങൾ തേയില മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിൽപ്പനയ്ക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് തേയില വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം നിങ്ങൾക്കൊരു കല്യാണ ചീട്ടിനോ കാറ്ററിങ്ങിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ പോയിട്ട് ഒരു 2-3 കിലോ തേയില എടുക്കുന്ന ആ ഒരു വില കുറച്ച് തന്നത് പോലെ ആയിരിക്കില്ല ഒരു വിൽപ്പന എന്ന് പറയുന്നത്. പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ആണ് അല്ലെ, ഒരു സെയില്. അപ്പൊ അതിന് നിങ്ങൾക്ക് മാക്സിമം എവിടെ നിന്ന് വില കുറച്ച് കിട്ടുമോ അവിടെ നിന്ന് നിങ്ങൾ ലൂസ് തേയില എടുക്കാനായിട്ട് നോക്കുകയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓപ്ഷൻ ഡീലർ എവിടെയാണെന്നുള്ളത്. ഇപ്പൊ ഞാൻ ആലപ്പുഴ കായംകുളം, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ തേയില എടുക്കാനായിട്ട് ഞാൻ നോക്കുക. അപ്പൊ ഞാൻ ഉടനെ ചെന്നിട്ട് ഞാൻ അടുത്ത ഒരു ഹോൾസെയിൽ ഷോപ്പിൽ ചെന്നിട്ട് ഞാൻ ചോദിക്കാം, തേയില ഉണ്ടാവൂ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടാണ്, നമുക്ക് നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് എന്ത് റേറ്റിൽ നിങ്ങൾ തേയില തരും. അപ്പൊ ഉടനെ ആ ഒരു ഹോൾസെയിൽ അടക്കാൻ നമ്മളോട് പറയാം, ഇതാണ് കേട്ടോ റേറ്റ്, ഇങ്ങനെയാണ് റേറ്റ്. ഇത് അദ്ദേഹം എന്നോട് പറയും, തേയില തരാന്ന് അദ്ദേഹം പറയും. പക്ഷെ ഞാനവിടെ നോക്കുമ്പോഴത്തേക്കും 15-20 രൂപയുടെയൊക്കെ വ്യത്യാസമായിരിക്കും ആ ഒരു കിലോയിൽ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നേരെ എറണാകുളത്ത് ഒരു ഓപ്ഷൻ ഡീലറിനെ സമീപിക്കും. ആ ഒരു ഓപ്ഷൻ ഡീലറിനെ സമീപിച്ച് നമ്മൾ തേയില വാങ്ങിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അവിടെ നിന്ന് വില കുറച്ച് നമുക്ക് തേയില വാങ്ങിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ അത്രത്തോളം ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് തേയില നമ്മൾ നമ്മുടെ ഏരിയയിൽ നിന്ന് നമ്മൾ എടുക്കുകയല്ല ചെയ്യേണ്ടത്. എവിടെയാണോ നമുക്ക് മാക്സിമം വില കുറച്ച് കിട്ടുന്നത്, അത് ഇച്ചിരി ദൂരത്താണെങ്കിലും നമ്മൾ അവിടുന്ന് സാധനം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വിൽപ്പന നടത്തുക എന്നുള്ളതാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ഇത് വിൽപ്പന നടത്തി അതിൽ നിന്ന് നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. കാരണം നമ്മുടെ തൊട്ടേ അടുത്തുള്ള ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇത് എടുത്ത് വിൽപ്പന നടത്താൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും എടുത്ത് ചെയ്യും. എല്ലാവരും ഓർക്കും എന്നാ നാളെ ഞാനും എടുത്ത് ചെയ്തേക്കാം എന്നുള്ളത്. ഇതിനാരും മുതിരാതെ മടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഒരു ബിസിനസ് പല ആളുകളും ചെയ്യാതെ വഴിമാറി പോകുന്നത്. എന്നാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭക്കണക്ക് എത്രയാണ്, ഇതിൽ നിന്ന് എന്തോരം നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും എന്നുള്ളത് അവര് സത്യത്തിൽ ചിന്തിക്കുന്നില്ല. അത് ആർക്കും അറിയത്തുമില്ല, അറിയാവുന്നവനോട്ട് പറഞ്ഞു കൊടുക്കത്തുമില്ല. ഇതാണ് ഇതിനകത്ത് നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ലെങ്തി ആവാതിരിക്കാനായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.